ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആൾട്ടർനേറ്റേഴ്സിൻ്റെ EMF ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിങ്ക്രണസ് സ്പീഡ്, ഫ്രീക്വൻസി, പോൾസ്, നമ്പർ ഓഫ് പോൾസ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്താണ്. എങ്ങനെയാണ് സിങ്ക്രണസ് സ്പീഡ് പോളിനനുസരിച്ചിട്ടും ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടും എങ്ങനെയാണ് സിങ്ക്രണസ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും എല്ലാം നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഇനി ആ ഇക്വേഷനും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അത് കവർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് EMF ഇക്വേഷൻ എടുത്തത്. അതുകൊണ്ടാണ്. ഓക്കെ, EMF ഇക്വേഷൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വ്യൂ പോയിൻ്റ് നമ്മളെ സിലബസിനനുസരിച്ചിട്ടുള്ള ആവശ്യമുള്ള പോയിൻറ്റ്സാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളെ ഇന്നത്തെ ഇത് സ്പെസിഫിക് ഔട്ട്കം എന്ന് പറയുന്നത് ടു ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് എൻ ആൾട്ടർനേറ്റർ ആണ്. നേരെ ഈ ഒരു പോർഷൻ കഴിയുന്നേരത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ആൾട്ടർനേറ്റർ EMFൻ്റെ ഇക്വേഷൻ ഓർ EMF ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എത്ര ഉണ്ടാവും, എത്ര എമൗണ്ട് കിട്ടും നമുക്ക് ഒരു ഫേസിൽ. ഇപ്പോൾ നമുക്കറിയാം ആൾട്ടർനേറ്റേഴ്സ് അല്ലെങ്കിൽ AC ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ AC ജനറേറ്റേഴ്സാണ്. നേരെ ഈ AC ജനറേറ്റേഴ്സ് നമുക്കറിയാം 3 ഫേസ് AC ജനറേറ്റേഴ്സും ഉണ്ട്, സിംഗിൾ ഫേസ് AC ജനറേറ്റേഴ്സും ഉണ്ട്. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യുന്ന EMF ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന RMS വാല്യൂ ഓഫ് ദി EMF ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നേരെ ആൾട്ടർനേറ്റർ ഒന്നും കൂടി നോക്കുക. ആൾട്ടർനേറ്ററിൻ്റെ ഇത് നമുക്കറിയാം 2 ഭാഗങ്ങളാണുള്ളത്. സ്റ്റേറ്റർ, ആർമേച്ചർ. സ്റ്റേറ്ററാണ് ഇവിടെ. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ടാണ്, അത് മൂവ് ചെയ്യുന്നില്ല. അതേസമയം മാഗ്നറ്റിക് ഫീൽഡ് തരുന്ന പാർട്ട് അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങും അതിനോട് ചേർന്നിട്ടുള്ള കോറും ഒക്കെ എന്താണ്, അതൊക്കെ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് റോട്ടർ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൽ തന്നെ നമുക്കറിയാം പോൾസ്. ഇപ്പോൾ 4 പോളുണ്ട് ഇവിടെ അല്ലേ. നോർത്ത് പോൾ, സൗത്ത് പോള്, ദെൻ നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ 4 പോളുണ്ട്. നേരെ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞ ഒരു ഫ്ലക്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ആണെന്നിരിക്കും. റെപ്രസെൻറ്റഡ് ബൈ ഫൈ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാന്നിരിക്കുക. നേരം ഓരോ പോളും കൂടി എല്ലാ പോളും കൂടി ഉണ്ടാക്കുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓരോ കണ്ടക്ടറും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഈ ഫൈ എന്ന് പറഞ്ഞ എന്താണ് ഫ്ലക്സുമായിട്ട് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട് ഓരോ കണ്ടക്ടറിലും. ഇനിയിപ്പോൾ ഇത്രയും പോൾസ് ഉള്ളതുകൊണ്ട് ഓരോ പോളും ജനറേറ്റ് ചെയ്യുന്നത് ഫൈ എന്ന് പറഞ്ഞ ഫ്ലക്സ് ആണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഡെവലപ്ഡ് എന്ന് പറയുന്നത് 5 × P ആയിരിക്കും. നമ്പർ ഓഫ് പോൾസ് ആണ് P. നേരെ P × 5 ആണ് ടോട്ടൽ ഫ്ലക്സ് ഡെവലപ്ഡ് ഇൻ ദി ആൾട്ടർനേറ്റർ. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ എടുക്കുന്ന കുറച്ച് ടേംസാണ്. ഓക്കെ, ഫസ്റ്റ് സെഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സാണ്. നമുക്കറിയാം കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ആർമേച്ചർ കണ്ടക്ടേഴ്സാണ്. ആർമേച്ചർ കണ്ടക്ടേഴ്സ് യൂഷ്വലി ഉണ്ടാവുക ഈ ഷേപ്പിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി നിങ്ങൾ മറിച്ചിട്ട് നോക്കിയാൽ ഈ ഷേപ്പിലാണ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉണ്ടാവുക. ഇനി അഗെയിൻ നമ്മൾ വേറൊരു കണ്ടക്ടേഴ്സും കൂടി പ്ലേസ് ചെയ്യുന്നേരം ഇതുപോലെയാണ് വരിക. ഇങ്ങനെയാണ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും. നേരെ ഓരോ കണ്ടക്ടറിനും 2 സൈഡ് വരുന്നുണ്ട് അല്ലേ, 2 സൈഡ് ഉണ്ടാവും. നേരെ ഒരു ടേൺ, ഇതിനെ എന്താ പറയുക, ഒരു ടേൺ എന്ന് പറയും. കണ്ടക്ടറിൻ്റെ ഒരു ടേൺ. നേരെ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ഒരു ടേൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്, 2 സൈഡ് ഉണ്ട് അല്ലേ.
2. അന്നേരം ടോട്ടൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ടേൺ ആണുള്ളെങ്കിൽ 2 കണ്ടക്ടർ ഉണ്ടാവും. ഇപ്പോൾ ഒരു ടേൺ ആണുള്ളെങ്കിൽ 2 കണ്ടക്ടർ. ഇനിയിപ്പോൾ 50 ടേൺസ് ഉണ്ടെങ്കിൽ 50 × 2 100 കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അന്നേരം ഒരു ടേണിന് 2 സൈഡ് ഉള്ളത് കൊണ്ടാണ് എന്ത് വരുന്നത്, കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം 2t എന്ന് നമ്മൾ എടുക്കുന്നത്. 2t. അന്നേരം t ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്. ഒരു ഫേസ് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഒരു ഫേസിന് വേണ്ട EMF ജനറേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മളിവിടെ നോക്കുന്നത്. അന്നേരം ഒരു ഫേസിലുണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് t ആണെങ്കിൽ അവിടെ ഉള്ള കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് Z = 2 × t ആയിരിക്കും. ഇനി നമ്പർ ഓഫ് പോൾസ് നമ്മൾ p ആയിട്ട് എടുക്കുന്നു. ദെൻ ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് f ആണ്. നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് f ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ദെൻ അടുത്തത് phi = ഫ്ലക്സ് പെർ പോൾ. phi എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോളാണ്. ദെൻ ഇവിടെ വേറെ ഒന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് KD എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് ഇപ്പോൾ ഓരോ പോളിൽ കൂടി പോകുന്ന കണ്ടക്ടേഴ്സ് ഒറ്റ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എല്ലാ കണ്ടക്ടേഴ്സും കൂടി ഒരു സ്ലോട്ടിൻ്റെ ഉള്ളിൽ തന്നെ. ഇവിടെ വരുന്ന സ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? ഇവിടെ ഇങ്ങനെ ഓരോ സ്ലോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം കൂടി ഒരൊറ്റ സ്ലോട്ടിൽ കൂടി മാത്രം നമ്മളിപ്പം കുറേ സ്ലോട്ടുണ്ട് ഇവിടെ അല്ലേ? അതല്ലാണ്ട് ഇതെല്ലാം കൂടി ഒരു സ്ലോട്ടിൽ കണ്ടക്ടേഴ്സ് എല്ലാം കൂടി ഒരൊറ്റ സ്ലോട്ടിൽ കൂടി കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? കോൺസെൻട്രേറ്റഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് കണ്ടക്ടേഴ്സ്. അന്നേരം സാധാരണയായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരൊറ്റ സ്ലോട്ടിൽ മാത്രം നമ്മൾ ഒരിക്കലും കൊടുക്കില്ല, കണ്ടക്ടേഴ്സ് കൊടുക്കില്ല. നമ്മൾ ഓരോ സ്ലോട്ടിലായിട്ടായിരിക്കും കണ്ടക്ടേഴ്സ് ഉണ്ടാവുക. അന്നേരം അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അന്നേരം ഒറ്റ സ്ലോട്ടിൽ ഇവിടെ ഒരു സ്ലോട്ട് മാത്രം, സ്ലോട്ടൊന്നും ഇല്ലാണ്ട് വെറുതെ നമ്മൾ കണ്ടക്ടേഴ്സ് ഒന്നായിട്ട് അങ്ങ് വൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അന്നേരം നമ്മളിപ്പോൾ EMFൻ്റെ ഇക്വേഷൻ കാണുന്ന നേരം കോൺസെൻട്രേറ്റഡ് കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് EMF ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയാം. പക്ഷേ യൂഷ്വൽ പ്രൊസീജിയറിൽ നമ്മൾ കണ്ടക്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഓരോ സ്ലോട്ടിൽ ഇത്ര കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെക്കുക. അന്നേരം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടക്ടേഴ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന EMFും വേറൊരു കണ്ടക്ടേഴ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന EMFും ഇൻ ഫേസ് ആവണമെന്നില്ല, സെയിം ഫേസ് ആവണം. ദർ മേ ബി സം ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി EMF ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന് ഉണ്ടാവാം, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നെറ്റ് EMF എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വൽ EMFൻ്റെ അത്രയും വരില്ല. നേരെ കോൺസെൻട്രേറ്റഡ് കണ്ടക്ടേഴ്സ് ആവുന്നേരം ഉണ്ടാവുന്ന EMFിനേക്കാളും വളരെ കുറവായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ലോട്ടിൽ നമ്മൾ ഓരോ കണ്ടക്ടേഴ്സ് കൊടുക്കുകയാണെങ്കിൽ. നേരെ അതാണ് വ്യത്യാസം. നേരെ സാധാരണ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കണ്ടക്ടേഴ്സാണ് ആൾട്ടർനേറ്റേഴ്സിൽ യൂസ് ചെയ്യുക. നേരെ അവിടെ ഒരു KD എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ KD = ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അത് സാധാരണ ഒരു 0.9 0.9നും 0.99നും അല്ലെങ്കിൽ 1നും ഇടയ്ക്കുള്ള ഒരു ഫാക്ടറായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അത്ര വ്യത്യാസമേ വരുന്നുള്ളൂ. 0.96 0.95 ഒക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വരും. പക്ഷേ ആ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നായിട്ട് കണ്ടക്ടേഴ്സ് വെക്കാണ്ട് ഓരോ സ്ലോട്ട് വഴി കുറച്ച് കണ്ടക്ടേഴ്സ് കൊടുക്കുന്നുണ്ടാണ്. നേരെ സ്ലോട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഇടുന്ന സ്ലോട്ട് ഒന്നിൽ കൂടുതൽ സ്ലോട്ട് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ EMF ഡെവലപ്പ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് കണ്ടക്ടേഴ്സിനേക്കാളും കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ചെറിയൊരു കുറവ് വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ EMFും ഇൻ ഫേസ് ആയിരിക്കില്ല, സെയിം ഫേസിലായിരിക്കില്ല. ഇത് മേ ബി സം 20 ഡിഗ്രി ഫേസ് ആംഗിൾ, ഇത് തമ്മിലുള്ള ഫേസ് ആംഗിൾ കുറച്ചുണ്ടാകും. ആ ഫേസ് ആംഗിൾ രണ്ട് EMF തമ്മിലുള്ള ഫേസ് ആംഗിളിന് നമുക്ക് ആൽഫ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് നമുക്ക് ബീറ്റ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ
സൈൻ എം ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ എം ഇൻറ്റു സൈൻ ബി ബൈ 2 എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എം ഫാക്ടർ കൂടുതലായിരിക്കും കോൺസെൻട്രേറ്റഡ് EMF. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോയിൽ സ്പാൻ ഫാക്ടർ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറേ സ്ലോട്ട് ഉണ്ടെന്നിരിക്കാം. കൂടുതൽ നമ്പർ ഓഫ് സ്ലോട്ട് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് സ്ലോട്ടിനെ നമുക്ക് ഇങ്ങനെ അടുത്തടുത്തുള്ള സ്ലോട്ടായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, അന്നേരം ഇതിൽ ഇപ്പോൾ ഒരു ഇതിൽ കൂടി പോയിട്ട് ഇങ്ങനെ വരുന്ന ഒരു കണ്ടക്ടറാണെന്നിരിക്കാം. ഇങ്ങനെ വരുന്ന കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അന്നേരം ഇപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഞാൻ ഇതിൽ വരച്ചത് എണ്ണം കുറവാണ്. നമുക്ക് 7 നമ്പർ ഓഫ് സ്ലോട്ട് ഉണ്ടെങ്കിൽ 1നും 7നും ഇടക്കൂടെ വരുന്നതായിരിക്കും ഏറ്റവും സ്പാൻ കൂടുതലുണ്ടാവുക. സ്പാൻ ഏറ്റവും കൂടുതലുണ്ടാവും ഇതിന്. അതേസമയം നമുക്ക് കണ്ടക്ടേഴ്സ് വേണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ വെക്കാം, അല്ലേ? അതിന് സ്പാൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. മറ്റേതിന് സ്പാൻ കൂടുതലായിരിക്കും. അന്നേരം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഈ സ്ലോട്ടിൽ കൂടി എങ്ങനെയാണ് ഈ കണ്ടക്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിനെയും കൂടി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഡിപ്പെൻഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? സ്പാൻ ഫാക്ടർ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പാൻ കിട്ടുമോ ഏറ്റവും എൻഡിലുള്ള 2 സ്ലോട്ടിൽ കൂടി നമ്മൾ ഇത് കൊടുക്കുന്നതിനനുസരിച്ച്. പക്ഷേ എല്ലാ കണ്ടക്ടേഴ്സും നമുക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി സ്ലോട്ടിലും കൂടിയും പ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അന്നേരം അവിടെ എന്ത് ചെയ്യും? സ്പാൻ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? എത്ര EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ എന്ത് ചെയ്യും? പിച്ച് ഓർ കോയിൽ സ്പാൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അന്നേരം സ്പാൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കോയിലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും എൻഡിലുള്ള സ്ലോട്ടാണെങ്കിൽ ഏറ്റവും സ്പാൻ വരുന്ന വിധത്തിൽ വെക്കാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള സ്ലോട്ടിലുള്ള കണ്ടക്ടേഴ്സിന് അത്രയും സ്പാൻ കിട്ടണമെന്നില്ല, അല്ലേ? അന്നേരം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFും മറ്റേ EMFും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതിനെ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫാക്ടർ യൂസ് ചെയ്യുന്നത്? സ്പാൻ ഫാക്ടർ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ d∅dt എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം. d∅dt നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് d∅dt ആണ്, അല്ലേ? d∅dt എന്ന് പറഞ്ഞ ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കാണുന്ന EMF എന്ന് പറയുന്നത് ആവറേജ് EMF ആണ്. ആവറേജ് EMF ആണ്. നമുക്കറിയാം, നമ്മളെ ഇപ്പോൾ വീട്ടിൽ വരുന്ന കറണ്ട്, അല്ലേ? വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ AC കറണ്ട് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ് നമ്മളെപ്പോഴും പറയാറ്. RMS 230 വോൾട്ട് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. 230 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂ. അന്നേരം നമുക്ക് ഇത് d∅dt വെച്ചിട്ട് ആവറേജ് വാല്യൂ കിട്ടുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന RMS വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ഫാക്ടർ യൂസ് ചെയ്യുന്നത്. എന്താണ് യൂസ് ചെയ്യുന്നത്? ഫോം ഫാക്ടർ. അന്നേരം ഫോം ഫാക്ടർ KF ഈക്വൽ ടു RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് ആൻ AC വോൾട്ടേജ്, അല്ലേ? RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. സാധാരണ സൈൻ വേവിന് വരുന്ന ഒരു സിൻസോയിഡൽ വേവ് ഫോം ആണല്ലോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റീവ്. അന്നേരം അതിൻ്റെ ഫോം ഫാക്ടർ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണത്, കഴിഞ്ഞ സെക്കൻഡ് സെമ്മിൽ. അന്നേരം ഫോം ഫാക്ടർ RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1.11 ആണ്. ഇതിന് സൈൻ വേവിന് വരുന്നത്. അന്നേരം 1.11 ഈക്വൽ ടു RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ ആണ്, അല്ലേ? ഇനി ഇതിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് RMS വാല്യൂ ആവറേജ് വാല്യൂ അറിയുകയാണെങ്കിൽ RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിട്ടുന്ന ആവറേജ് വാല്യൂവിനെ 1.11 കൊണ്ട്
മൾട്ടിപ്ലൈ ഓക്കെ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.11 ഇൻറ്റു d5/dt. നേരെ d5/dt നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? RMS വാല്യൂ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 5 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ ഫ്ലക്സ് ഡെവലപ്ഡ് പെർ പോൾ, ഒരു പോളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് 5 ആണെങ്കിൽ, ഇപ്പോൾ നമ്പർ ഓഫ് പോൾസ് P ആണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഡെവലപ്ഡ് ബൈ ദി ടോട്ടൽ പോൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? 5 ഇൻറ്റു P ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ, ശ്രദ്ധിക്കണേ, പെർ കണ്ടക്ടറാണ്. ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന EMFനെ പറ്റിയാണ് ഫാരഡേ പറഞ്ഞത് അല്ലേ? ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് d5/dt ആയിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ക്വാണ്ടിറ്റി അറിയണം. d5 എന്താണെന്ന് അറിയണം, dt എന്താണെന്ന് അറിയണം. ഹിയർ d5 എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ആണ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5p ആണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നടക്കുന്ന നമ്പർ ഓഫ് റവല്യൂഷൻ n എന്ന് പറയുന്നത് RPM ആണെന്ന് ഇരിക്കുക. നമ്പർ ഓഫ് റവല്യൂഷൻ പെർ മിനിറ്റ് ആണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 60 ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ് കിട്ടും. റവല്യൂഷൻ പെർ സെക്കൻഡ്. ഇനി ആ ഒരു റവല്യൂഷൻ എടുക്കുന്ന ടൈം ആണ് എന്ത്? dt എന്ന് പറയുന്നത് ഒരു റവല്യൂഷൻ, ഒറ്റ റവല്യൂഷനിൽ മാത്രം ഉണ്ടാകുന്ന EMF എത്രയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? dt എന്ന് പറയുന്നത് അല്ലേ? നേരെ ആ dt കാണണമെങ്കിൽ നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ് n/60 ആണെങ്കിൽ dt എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം ടേക്കൺ ഫോർ 1 റവല്യൂഷൻ എന്ന് പറയുന്നത് 60/n ആയിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്നാൽ ഫ്രീക്വൻസിയും എഫും ടൈമും തമ്മിലുള്ള റിലേഷൻ പോലെ f = 1/t ആണ് അല്ലേ? എഫ് എന്ന് പറയുന്നത് എന്താ? സൈക്കിൾ പെർ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 സൈക്കിൾ, ടൈം പീരീഡ് അല്ലേ? നേരെ എഫ് അറിയുകയാണെങ്കിൽ ടി നമുക്ക് കണ്ടുപിടിക്കാം. ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/f ആയിരിക്കും. അതേപോലെ ഇവിടെ നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് n/60 ആണെങ്കിൽ അത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 റവല്യൂഷൻ എന്ന് പറയുന്നത് 60/n ആയിരിക്കും. ഓക്കെ. നേരെ ഇപ്പം നമുക്ക് 2 ക്വാണ്ടിറ്റി കിട്ടി. d5 എന്ന് പറയുന്നത് 5p ആണെന്ന് മനസ്സിലായി. dt എന്ന് പറയുന്നത് 60/n ആണ്. ഇനി അടുത്തത് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF d5ഉം dt അറിയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാം. d5/dt എന്ന് പറയുന്നത് d5 എന്ന് പറയുന്നത് എന്തായിരുന്നു? d5 എന്ന് പറയുന്നത് 5 ഇൻറ്റു p ആണ്. dt എന്ന് പറയുന്നത് 60/n ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ dt എന്ന് പറയുന്നത് ഓക്കെ, അന്നേരം ഇത് നേരെ തിരിച്ചു വരും അല്ലേ? d5/dt എന്ന് പറയുന്നത് തിരിച്ചു വരുന്നേരം d5/dt എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും? 5np ഡിവൈഡഡ് ബൈ 60 എന്ന് കിട്ടും. അതാണ് എന്ത്? 5np ഡിവൈഡ് ബൈ 60 ആയിരിക്കും ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ആവറേജ് EMF എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 5np ഡിവൈഡ് ബൈ 60 എന്ന് വരും. ഇനി നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് n/60 ആണ്. dt എന്ന് പറയുന്നത് 60/n ആണ്. ഇനി ഈ എന്നിന് പകരം നമുക്ക് ഫ്രീക്വൻസീൻ്റെ ടേമിൽ എഴുതാൻ പറ്റും. n ഫ്രീക്വൻസീൻ്റെ ടേമിൽ എഴുതുവാണെങ്കിൽ ഫ്രീക്വൻസി f = Pn/120 ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. f = Pn/120 ആണ്.
ഈ ടേമിന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. n ഈക്വൽ ടു എന്താ പറയുക, n ഈക്വൽ ടു 120 ഇൻറ്റു എഫ് ബൈ പി എന്ന് വരും. എഫ് ബൈ പി 120 ഇൻറ്റു എഫ് ബൈ പി ആയിരിക്കും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ എന്നിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ n ഈക്വൽ ടു എന്തായിരുന്നു, എഫ് ഈക്വൽ ടു NP divided by 120 or n equal to 120 into f by p. ആ ഇക്വേഷൻ നമ്മൾ ഇ എം എഫിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേരം 5pn/60 എന്നാണ് അല്ലേ. 5pn/60 എന്നുള്ള എന്നിന് പകരം എന്ത് ചെയ്യുക, 120f/p എന്ന് കൊടുക്കുന്നേരം എന്ത് ചെയ്യും, 2 p ഉണ്ട്, അത് രണ്ടും ക്യാൻസലായി പോവും. 120യും 60യും ക്യാൻസലായാൽ ഇവിടെ 2 വരും. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, 2 ഇൻറ്റു 5 ഇൻറ്റു എഫ്. ഇതാണ് ആവറേജ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ. ആവറേജ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു എഫ് ആയിരിക്കും, എഫ് വോൾട്ട് ആയിരിക്കും. അതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത് എന്താണ്, എന്നിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ ആണ്. ആ വാല്യൂ കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസിൻ്റെ ഇക്വേഷനിൽ നിന്നാണ്. നേരെ 2πf എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് കണ്ടക്ടേഴ്സ്, ഒരു ഫേസിൽ സെറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. വാട്ട് ഈസ് സെറ്റ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, സെറ്റ് കണ്ടക്ടേഴ്സിനെ നമ്മൾ ടേൺസ്, നമ്പർ ഓഫ് ടേൺസിൻ്റെ ടേമിൽ എഴുതുവാണെങ്കിൽ ഒരു ടേണിൽ എത്ര കണ്ടക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു ടേണിൽ 2 കണ്ടക്ടേഴ്സ്, 2 സൈഡ് ഉണ്ടാവും. അതുകൊണ്ട് 2 കണ്ടക്ടറായിട്ട് എടുക്കും നമ്മളതിനെ. അന്നേരം സെഡിനെ നമുക്ക് എന്തായിട്ട് പറയാം, സെഡ് ഈക്വൽ ടു 2 ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്. ഒരു ഫേസിലുണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെഡ് ഈക്വൽ ടു 2t ആയിരിക്കും. ഇനി നമുക്കറിയാം ഇത് പെർ കണ്ടക്ടറാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. ആവറേജ് ഇ എം എഫ് പെർ കണ്ടക്ടറാണ്. ഇനി നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് സെഡ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആവറേജ് ഇ എം എഫിൻ്റെ വാല്യൂ എന്താവും, ഇ എം എഫിൻ്റെ വാല്യൂ ഇ എം എഫ് ഈക്വൽ ടു 2πf ഇൻറ്റു സെഡ് എന്ന് വരും, ഇൻറ്റു സെഡ്. അതായിരിക്കും സെഡ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇ എം എഫ്. ഇത് ഒരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂവെങ്കിൽ 2πf ആയിരിക്കും. പക്ഷേ നമ്മൾ ഒറ്റ കണ്ടക്ടർ മാത്രം വെച്ചിട്ട് ഒരിക്കലും ഇ എം എഫ് ജനറേറ്റ് ചെയ്യില്ല, ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. നേരെ അത്രയും കണ്ടക്ടേഴ്സിൻ്റെ ഇതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, 2πf ഇൻറ്റു സെഡ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ആവറേജ് ഇ എം എഫ് പെർ ഫേസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു സെഡ് ഇൻറ്റു പൈ ഇൻറ്റു എഫ് ആണ്. വേർ സെഡ് എന്ന് പറയുന്നത് 2t ആണ്. നമ്പർ ഓഫ് ടേൺസ് ടി ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ടോട്ടൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നേരെ 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് ഇൻറ്റു ടി ആണ് വരുന്ന വോൾട്ടേജ്. ഇനി ആർ എം എസ് വാല്യൂ, നേരത്തെ പറഞ്ഞതുപോലെ ആവറേജ് വാല്യൂ എന്ന് നമ്മൾ ആർ എം എസ് വാല്യൂ കാണണമെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ആവറേജ് വാല്യൂന, ഈ ആവറേജ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം 1.11 ഇൻറ്റു 4πft എന്ന് കിട്ടും നമുക്ക് അല്ല. ടോട്ടൽ ആർ എം എസ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് 1.11 ഇൻറ്റു 4 ഇൻറ്റു പൈ ഇൻറ്റു എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് 4.44 ഇൻറ്റു പൈ ഇൻറ്റു എഫ് ഇൻറ്റു ടി ആയിരിക്കും ആർ എം എസ് വാല്യൂ ഓഫ് ഇ എം എഫ് പെർ ഫേസ്, ഒരു ഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫ്. ഇനി നമുക്ക് ഇതിൽ 2 ഫാക്ടേഴ്സ് വരും. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും ദെൻ പിച്ച് ഫാക്ടർ അല്ലെങ്കിൽ സ്പാൻ ഫാക്ടറും വരും അല്ലേ. നേരെ ആവറേജ് ഇ എം എഫ് ആർ എം എസ് വാല്യൂ ഓഫ് ദി ഇ എം എഫ് എന്ന് പറയുന്നത് 1.11 ഇൻറ്റു 4πft ആണ്. എന്നിട്ട് ഇത്
എവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജാണ് നമ്മൾ പറഞ്ഞു കോൺസെൻട്രേറ്റഡ് കണ്ടക്ടേഴ്സ് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിലും പിന്നെ ഒരു പർട്ടിക്കുലർ സ്പാനിൽ എല്ലാ കണ്ടക്ടേഴ്സും ഒരേപോലെ സ്പാൻ ചെയ്ത് വെക്കുകയാണെങ്കിലും ആണ് നമുക്ക് 1.11 ഇൻറ്റു 4 ഇൻറ്റു പൈ ഇൻറ്റു എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞ EMF കിട്ടുന്നത് അല്ലേ. അന്നേരം അതാണ് പറയുന്നത് 1.11 ഇൻറ്റു 4 പൈ എഫ് ടി ഈസ് ദ ആക്ച്വൽ ഇൻഡ്യൂസ്ഡ് EMF ഇഫ് ഓൾ ദ കോയിൽസ് ഇൻ എ ഫേസ് വെർ ഫുൾ പിച്ച്ഡ്. എല്ലാം ഒരേ സ്പാനിൽ വെക്കുവാണ്. ആൻഡ് കോൺസെൻട്രേറ്റഡ് ഓർ ബഞ്ച്ഡ് ഇൻ എ വൺ സ്ലോട്ട്. അല്ലേ, ഒറ്റ സ്ലോട്ട് മാത്രം യൂസ് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടഡ് സ്ലോട്ട് ഇല്ലാണ്ട് ഒറ്റ സ്ലോട്ടിൽ മാത്രം വെക്കുകയാണെങ്കിലും എല്ലാത്തിനും ഒരേ സ്പാൻ ഫാക്ടറും ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ നമുക്ക് 1.11 ഇൻറ്റു 4 ഇൻറ്റു 5 എഫ് ടി എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കോയിലുകളാണ് വെക്കുന്നതെങ്കിലും അതുപോലെ നമ്മൾ സ്ലോട്ടുകളിൽ നിരവധി സ്ലോട്ടുകളുള്ളതുകൊണ്ട് സ്പാൻ ഫാക്ടർ എപ്പോഴും 1 ആവണമെന്നില്ല, അതിൽ മാറ്റം വരാം അല്ലേ. അന്നേരം നമ്മൾ 2 ഫാക്ടേഴ്സ് കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, KP കൊണ്ടും KD കൊണ്ടും. KD എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. ഇറ്റ്സ് വാല്യൂ വിൽ ബി ഇൻ ബിറ്റ്വീൻ 0.9 ആൻഡ് 1. ആൻഡ് കോയിൽ ഫാക്ടർ KPൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1-ന് വാല്യൂ തന്നെയാണ്, പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. സോ KPയും KDയും ഈ 2 ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആക്ച്വൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ RMS വോൾട്ടേജ് പെർ ഫേസ്, ഒരു ഫേസിലുണ്ടാകുന്നു. ഇപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റർ വഴി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന AC ജനറേറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 4.44 ഇൻറ്റു KD ഇൻറ്റു KP ഇൻറ്റു F എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെവലപ്ഡ്. 5 ഇസ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് പെർ പോള്, ഒരു പോള് ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സ്. ദെൻ T ഇസ് ദി നമ്പർ ഓഫ് ടേൺസ്, കണ്ടക്ടേഴ്സിൻ്റെ ടേൺസ്. അന്നേരം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇപ്പോൾ KDയും KPയും ഫ്രീക്വൻസിയും ഫൈയും ടിയും തരുവാണെങ്കിൽ നമുക്ക് ആവറേജ് EMF കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഇതാണ് ആൾട്ടർനേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു AC ജനറേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ RMS വാല്യൂ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF പെർ ഫേസ്, ഒരു ഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ടോട്ടൽ ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്പാൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നേരെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നേരെ ഒരു ആൾട്ടർനേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. നേരെ d∅dt എന്ന ടേം ആവറേജ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ ആ d∅dt എന്ന് പറയുന്നത് നമ്മൾ RMS വാല്യൂയിലേക്കാക്കി മാറ്റുന്നു. അതുപോലെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പെർ കണ്ടക്ടറിലുള്ള EMF ആണ്. d∅dt എന്ന് പറയുന്നത് ഒരൊറ്റ കണ്ടക്ടറിൽ മാത്രമുള്ള EMF ആണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? നമ്മൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയുണ്ടോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ EMF ഇൻഡ്യൂസ്ഡ് പെർ ഫേസ് നമുക്ക് കിട്ടും. ഈ പെർ ഫേസിൽ കിട്ടുകയാണെങ്കിലും അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് കോയിൽസ് ടേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒറ്റ സ്ലോട്ടിൽ വെക്കുന്ന കണ്ടക്ടേഴ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അതേസമയം നമ്മൾ സ്ലോട്ടുകൾ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ കോയിൽസ് വെക്കുന്നതെങ്കിൽ, ഓരോ സ്ലോട്ട് വഴിയാണ് വെക്കുന്നതെങ്കിൽ, സ്ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വട്ടം എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ വെക്കുന്നത് കോയിലുകൾ എടുക്കുന്നത്. അന്നേരം ഇതെന്ത് ചെയ്തു? ഇവിടെ ഇതിൽ കൂടി ഒരു കോയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കോയിലുകളുള്ളത്. അന്നേരം ഡെവലപ്പ് ചെയ്യുന്ന ഓരോ കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന EMFും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടക്ടറിൽ EMFും തമ്മിലൊരു
ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. 20 ഡിഗ്രി ഒക്കെ ഫേസ് ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടാകുന്ന EMF ഇത് തമ്മിലുള്ള റിസൾട്ടൻ്റ് EMF കാണുന്ന നേരം നമുക്കൊരിക്കലും എന്തായിരിക്കില്ല, ടോട്ടൽ EMF അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആക്ച്വൽ വോൾട്ടേജ് പെർ ഫേസ് എന്ന് പറയുന്നത് 4.44 ഇൻറ്റു KD ഇൻറ്റു KP എന്ന് പറയുന്നത് എന്താണ്, സ്പാൻ ഫാക്ടറാണ്. F ഇൻറ്റു 5 ഇൻറ്റു T വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.